ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പലരുടെയും കൺസേൺസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളതാണ്. ദുബായിൽ എവിടെയൊക്കെയാണ് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുന്നത്, ഏതൊക്കെ ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണുള്ളത്, ഏത് ഡെവലപ്പറിൽ നിന്ന് വാങ്ങണം, ഏത് ലൊക്കേഷനിൽ വാങ്ങണം, ഏത് പേയ്മെൻറ്റ് പ്ലാനാണ് നല്ലത്, ഇതൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് തുടക്കത്തിൽ വേണ്ട ഒരു ബേസിക് ഐഡിയയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് രണ്ട് തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് ആയി ഹാൻഡ് ഓവർ കിട്ടിയ പ്രോപ്പർട്ടി, അതായത് നമുക്ക് നാളെ തന്നെ കയറി താമസിക്കാൻ പറ്റിയ പ്രോപ്പർട്ടി. രണ്ടെന്ന് പറയുന്നത് പണി തുടങ്ങാൻ പോകുന്നതോ പണി നടക്കുന്നതോ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. അതിപ്പോൾ നാട്ടിലായാലും ലോകത്ത് എവിടെയായാലും ഈ രണ്ട് കാറ്റഗറി പ്രോപ്പർട്ടീസാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ദുബായിലെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒരു ഡെവലപ്പറും ബിൽഡിങ്ങിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് വിൽക്കാമെന്ന് വിചാരിക്കില്ല. അവർ പണി തുടങ്ങുന്നതിന് മുമ്പേ ബിൽഡിംഗ് അനൗൺസ് ചെയ്യുമ്പോഴേ ആ പ്രോപ്പർട്ടി മുഴുവൻ വിൽക്കും. അപ്പോൾ ആ സ്റ്റേജിൽ വാങ്ങുന്നവർ എന്ത് ചെയ്യും? ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അത് അവരുടെ വിലയ്ക്ക് മറച്ചു വിൽക്കും. അപ്പോൾ നമ്മളൊരു റെഡി പ്രോപ്പർട്ടി നോക്കുന്ന ഒരാളാണ്, അതായത് കംപ്ലീറ്റ് ആയ പ്രോപ്പർട്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ എന്തായാലും നമുക്ക് ഡെവലപ്പറിൻ്റെ അടുത്ത് ചെന്ന് ഡെവലപ്പർ പറയും 3 വർഷം കഴിഞ്ഞ് ഹാൻഡ് ഓവർ കിട്ടുന്ന പ്രൊജക്റ്റേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു എൻഡ് യൂസർ, ആ ഏർലി സ്റ്റേജ് വാങ്ങിച്ച ആളുടെ അടുത്ത് പോയിട്ട് ഇത് കംപ്ലീറ്റ് ആയി നമുക്കിത് വിൽക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർ അവരുടെ വില പറയും. ഇപ്പോൾ 1 മില്യൺ ഡെവലപ്പർ ചിലപ്പോൾ കൊടുത്തതായിരിക്കും ആ ബയർക്ക്. അയാളിത് കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജിൽ ചിലപ്പോൾ 1.5 2 മില്യനോ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് പറയും. അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദുബായിലൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ എൻഡ് യൂസ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ രീതിയിൽ ഡയറക്റ്റ് ഒരു എൻഡ് യൂസറിൽ നിന്ന് വാങ്ങുന്നതിലും എത്രയോ നല്ലതാണ് ഡയറക്റ്റ്ലി ഫ്രം ഡെവലപ്പർ ഏർലി സ്റ്റേജ് വാങ്ങുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ബിൽഡിംഗ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഇൻവെൻട്രി എത്ര അവൈലബിലിറ്റി ഉണ്ട്, എത്ര ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാൻ പറ്റും. അപ്പോൾ ആ സമയത്താകുമ്പോൾ നമുക്ക് ഫുൾ ക്യാഷ് കൊടുക്കണ്ട, നമുക്കൊരു പേയ്മെൻറ്റ് പ്ലാന് ഡെവലപ്പേഴ്സ് തന്നെ തരുന്നുണ്ട്. ഈ പേയ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതിൽ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പോ ഏതെങ്കിലും ഒരു കമ്പനി ലെറ്റ്സ് സേ ആ കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പണി തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ കമ്പനിക്കായിരിക്കും. പക്ഷെ ദുബായിൽ നമ്മൾ ആ കമ്പനിക്കല്ല പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഒരു ഡെവലപ്പർക്കോ ഒരു പ്രൈവറ്റ് പാർട്ടിക്കോ ഒരു തേർഡ് പാർട്ടിക്കോ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പേയ്മെൻറ്റ് എല്ലാം ചെയ്യേണ്ടത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്, ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ്. വൺസ് ഡെവലപ്പർ ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ തരുന്നതനുസരിച്ചിട്ട് മാത്രമേ ഡെവലപ്പർക്ക് ഗവൺമെൻറ് ആ പൈസ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾ പേ ചെയ്യുന്നത് ഡെവലപ്പർക്കല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേഫ്റ്റി ഗവൺമെൻറ് ആണ്. അപ്പോൾ അത്തരം ഒരു റിലയബിൾ രീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് ദുബായിൽ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴും ഓഫ് പ്ലാനിൽ ഇതുപോലെ അണ്ടർ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫേസിലോ ഇനീഷ്യൽ ഫേസിലോ വാങ്ങുക എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിൽ പൈസ ഉണ്ടാക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡും ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. അതായത് ഒരു ബിൽഡിങ്, ഒരു പ്രോപ്പർട്ടിയുടെ പ്രീ ലോഞ്ച് ഫേസ്, അതായത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബിൽഡിംഗ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു യൂണിറ്റ് ബുക്ക് ചെയ്യുക. കംപ്ലീറ്റായി കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മറച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ലാഭം, ഡെവലപ്പർ തരുന്ന ലാഭം നമുക്ക് ഈ ഫൈനൽ ഫേസിൽ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ റിയൽ എസ്റ്റേറ്റിൻ്റെ ഈസിയസ്റ്റ്, എന്താ പറയുക, ഒരു പ്രോഫിറ്റബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങേണ്ടത്, അതായത് ഒരു ഓഫ് പ്ലാൻ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡെവലപ്പർ ചൂസ് ചെയ്യുമ്പോൾ ദുബായിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്? നിങ്ങൾ എന്തിനാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത്? ഫസ്റ്റ് റീസൺ താമസിക്കാൻ, എൻഡ് യൂസിങ്ങിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ താമസിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെ വേണമെങ്കിലും പോയി വാങ്ങിക്കാം, നോ പ്രോബ്ലം. അതല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താമസിക്കാനാണെങ്കിൽ തന്നെ നമ്മൾ നോക്കി വാങ്ങുക. അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഇതിൽ, താമസമാണെങ്കിലും എൻഡ് യൂസർ ആണെങ്കിലും സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്, വാങ്ങേണ്ട പ്രോസസ്സ് സെയിം തന്നെയാണ്. നമ്മൾ അതിൽ ഏതൊക്കെയാണ് നല്ല ഡെവലപ്പേഴ്സ്, ഏതൊക്കെയാണ് നമുക്ക് വാങ്ങാൻ പറ്റിയ ഓപ്ഷൻസ്, ഏതൊക്കെ ലൊക്കേഷനാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളൊരു പ്ലാനൊക്കെ നമുക്ക് കോമൺ ആണ് ഇതിൽ. രണ്ട് ഓപ്ഷനാണ്, ഒന്നില്ലെങ്കിൽ എൻഡ് യൂസിങ് അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ലോങ് ടേം, ഷോർട്ട് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ഏർലി ഫേസിൽ വാങ്ങിച്ചു, കംപ്ലീറ്റ് ആയി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മറച്ചു വെക്കുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡ്, ഒരു 10 വർഷം നമ്മൾ കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനാണ് ലോങ് ടേം എന്ന് പറയുന്നത്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങി വിത്തിനൊരു 2-3 ഇയേഴ്സ് കൊണ്ട് മറച്ചു വെക്കുന്നു. പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ലാഭം എടുത്ത് വെക്കുന്ന ഒരു രീതിയാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടായാലും
നല്ലതാണ്, നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾക്ക് ഏത് സമയത്താണ് വിൽക്കണം എന്ന് തോന്നുന്നതനുസരിച്ച് നമുക്ക് പ്രോപ്പർട്ടി സെല് ചെയ്യാം. അതിന് നോ പ്രോബ്ലം ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞുള്ളത്, ലോങ് ടേം, ഷോർട്ട് ടേം, അതുപോലെ എൻഡ് യൂസിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എൻഡ് യൂസിങ്. ഈ രണ്ടെണ്ണത്തിൽ നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ ബഡ്ജറ്റ് പല ബഡ്ജറ്റാണ്. നമുക്ക് 1 ബെഡ്റൂം ആണെങ്കിൽ ഒരു 8 ലക്ഷം, നാട്ടിലൊരു 1.5 കോടി രൂപ മുതൽ നമുക്ക് പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് പേയ്മെൻറ്റ് പ്ലാൻ, ഞാൻ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് വഴിയെ കാണാൻ പറ്റും. രണ്ടാമത്തത് ചിലപ്പോൾ ഒരു 2 ബെഡ്റൂം ആണെങ്കിൽ ഒരു 1.5 മില്യൺ, നാട്ടിൽ 3 കോടി രൂപ. നമുക്കൊരു 4 ബെഡ്റൂം, ഒരു ടൗൺ ഹൗസോ വില്ല പോലത്തെ ഒരു കൺസെപ്റ്റാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 കോടി, അതായത് നാട്ടിലൊരു 4.5 കോടി രൂപ, 2.5 മില്യണോളം നമുക്ക് ചിലവ് വരും. അപ്പോൾ ഒരു 4-5 കോടി രൂപ നമുക്ക് അതിന് വേണം. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പല ഓപ്ഷൻസും ദുബായിലുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലെറ്റ്സ് സേ ഫിക്സ് ചെയ്തു 2 മില്യൺ ആണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാൻ, നാട്ടിലെ 4 കോടി രൂപ കൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്ര രൂപ തുടക്കത്തിൽ വേണം, എത്ര കാലം കൊണ്ട് ആ 2 മില്യൺ അടയ്ക്കണം, അതായത് 4 കോടി രൂപ എത്ര കാലം കൊണ്ട് അടയ്ക്കണം എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ 2 മില്യൺ ഫിക്സ് ചെയ്തു, ഇതാണ് എൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എവിടെ വാങ്ങും? ദുബായിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ എവിടെ വാങ്ങും? അപ്പോൾ നമുക്ക് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈം ലൊക്കേഷൻ, ഡെവലപ്പിംഗ് ലൊക്കേഷൻ, അണ്ടർ ഡെവലപ്പിംഗ് ലൊക്കേഷൻ. പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൗൺ ടൗൺ, പാം ജുമേറ, മറീൻ, ഇതൊക്കെയാണ് പ്രൈം ലൊക്കേഷൻ. അതിൻ്റെയൊക്കെ മെച്യൂരിറ്റി, അതായത് പ്രൈസൊക്കെ പീക്കിൽ നിൽക്കുന്ന ലൊക്കേഷൻസ് ആണ്, ഫുള്ളി മെച്യൂർഡ്. നമ്മൾ വാങ്ങുവാണെങ്കിൽ ആ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു സിറ്റി ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത്ര മെച്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പ്രൈം ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡെവലപ്പിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വിത്തിനൊരു 5 ഇയേഴ്സിൽ പ്രൈം ലൊക്കേഷൻ ആവാൻ പോകുന്ന ലൊക്കേഷനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കുറേ ടൈം എടുക്കും ഒരു പ്രൈം ആവാൻ വേണ്ടിയിട്ട്, 15 വർഷത്തോളം എടുക്കുന്ന ലൊക്കേഷനാണ് നമ്മൾ അണ്ടർ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 ലൊക്കേഷൻസിൽ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഡെവലപ്പിംഗ് ലൊക്കേഷനാണ് എപ്പോഴും ഞാൻ എല്ലാവരും ചൂസ് ചെയ്യാൻ പറയുന്നത്. കാരണം പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാവും, അണ്ടർ ഡെവലപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ആ പൈസയ്ക്ക് ഒരു അപ്രീസിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ വിത്തിനൊരു 5 ഇയേഴ്സിൽ നല്ല പ്രൈം ലൊക്കേഷൻ ആവുന്ന ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്തു? നമ്മൾ ഡെവലപ്പിംഗ് ലൊക്കേഷൻ എടുത്തു. ഡെവലപ്പിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട്, അങ്ങനത്തെ JVC, JVT, ദുബായ് ലാൻഡ്, അൽഫുർജാൻ, അങ്ങനെ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. നമുക്കത് നോക്കിയിട്ട് നമ്മൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു, കണക്ടിവിറ്റിയൊക്കെ നല്ല ലൊക്കേഷൻ നമ്മൾ എടുത്തു എന്ന്. ഇപ്പോൾ ദുബായ് സൗത്ത് അങ്ങനെ ലൊക്കേഷനാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു, 2 മില്യൺ ബഡ്ജറ്റ് വെച്ചു, ഡെവലപ്പിംഗ് ലൊക്കേഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ 2-3 ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തു. ആ ലൊക്കേഷനിൽ ഏതൊക്കെ ഡെവലപ്പേഴ്സ് ഉണ്ട് നോക്കും. അപ്പോൾ നമുക്ക് ഡെവലപ്പേഴ്സിനെ അതായത് ഇവിടുത്തെ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേഴ്സ്, നമ്മൾ ബിൽഡിംഗ് പണിയുന്ന ആളുകൾ. അപ്പോൾ ആ ഡെവലപ്പേഴ്സിനെ നമുക്കൊരു 3-4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡെവലപ്പേഴ്സാണ്. ഈ കാണുന്ന ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡെവലപ്പേഴ്സാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇമാർ, നഖീൽ, മീറാസ്, ദയാർ, വാസൽ. ഈ പറയുന്ന 5 ഡെവലപ്പേഴ്സാണ് നമ്മൾ Tier 1, അതായത് ഗവൺമെൻറ് കാറ്റഗറിയിൽ വരുന്നത്. അതായത് സേഫ് 100% നമുക്കൊരു അപ്രീസിയേഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു കാറ്റഗറിയാണ് ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഒരല്പം കൂടുതലായിരിക്കും ഈ കാറ്റഗറി. ഇപ്പോൾ ഈ കാറ്റഗറി നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൈസ് അല്പം കൂടുതലായിരിക്കും, എന്നാലും നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അവർ ഡെലിവർ ചെയ്യും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2, നമുക്ക് പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് ആണ്, പക്ഷേ അവരും നല്ല മാസ്റ്റർ ഡെവലപ്പേഴ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഡെവലപ്പേഴ്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഡെമാക്, ശോഭ, എല്ലിംഗ്ടൺ, ഒമ്നിയാത്, സെലക്ട് ഗ്രൂപ്പ്, ബിങ്കാട്ടി, ടൈഗർ, അസിസി. ഇത്രയും ഡെവലപ്പേഴ്സാണ് Tier 2 കാറ്റഗറിയിൽ വരുന്നത്. ഇതും നല്ല ഡെവലപ്പേഴ്സാണ്. ഇതിൽ കുറച്ചും കൂടെ അഫോർഡബിൾ, അതായത് നമുക്ക് ഇവിടെ കിട്ടാത്ത കാര്യങ്ങൾ ഇവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി Tier 3 ഗ്രൂപ്പ് 3 കാറ്റഗറി വരുന്ന ഡെവലപ്പേഴ്സാണ് സമാന, ഡാന്യൂബ്, റിപ്പോർട്ടാജ്, മാഗ്, കോണ്ടൂർ. അങ്ങനെ ഇനിയും ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മളത് നോക്കി വാങ്ങാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന 3 ഡെവലപ്പേഴ്സും ആരും മോശമല്ല, പക്ഷേ ഇതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ബിൽഡിംഗ് ഡെലിവർ ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ നല്ലതെന്ന് പറയുന്നത്. രണ്ടാമത്തത് പിന്നെ അതിൽ കുറച്ച് കുറഞ്ഞ്. മൂന്നാമത്തെന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ അവർ ഒരുപാട് ബിൽഡിംഗ് ഡെലിവർ ചെയ്തിട്ടില്ല, അവരൊരു അപ്കമിങ് നല്ല ബിൽഡേഴ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് 3 നല്ല കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ് ശോഭ എന്ന് പറയുന്നത്. അപ്പോൾ ശോഭയുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഫൈനലൈസ് ചെയ്തെന്ന് ചോദിക്കുക, ശോഭയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ആ ലൊക്കേഷനിൽ ശോഭയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ശോഭയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശോഭയുടെ ഒരു പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ നമ്മൾ ശോഭ 1 എന്ന് പറയുന്ന ശോഭയുടെ ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഡെവലപ്പിംഗ് ലൊക്കേഷനാണ്, അതുപോലെ തന്നെ നല്ല ഡെവലപ്പറാണ്, എന്താ പറയുക, ഒരു ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഒരു പ്രൊജക്റ്റാണ് ശോഭ 1 എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 2 മില്യൺ ആണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ വരുന്നത്. സ്റ്റാർട്ടിങ് ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്.
അപ്പോൾ ഇതിൽ താഴെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി നല്ല പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 മില്യൺ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ശോഭ 1 എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ശോഭ 1-ന് ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. നമ്മൾ 2 മില്യൺ ആണ് പ്രോപ്പർട്ടിക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 മില്യൺ ആണ് അപ്രോക്സിമേറ്റ്ലി. ഇപ്പോൾ ഈ 2 മില്യൺ എത്ര കാലം കൊണ്ടാണ് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഈ പേയ്മെൻറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് പ്രൊജക്റ്റ് എടുത്താലും, ഏത് ഡെവലപ്പറിൻ്റെ ഏത് പ്രൊജക്റ്റ് വാങ്ങിച്ചാലും അതിനൊക്കെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവും. പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ കൺസ്ട്രക്ഷൻ 3 വർഷമാണെങ്കിൽ ഈ 3 വർഷം കൊണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അതിൽ ടാക്സ് ഇല്ല, ബാങ്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഡെവലപ്പർ തന്നെ വരുന്ന പേയ്മെൻറ്റ് പ്ലാനാണ്. പേയ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്കുമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് അക്കൗണ്ട് നമ്മുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഗവൺമെൻറ്റാണ് പൈസ റിലീസ് ചെയ്ത് കൊടുക്കുന്നത് ഡെവലപ്പർക്ക്. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ശോഭ 1 എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 60-40 പേയ്മെൻറ്റ് പ്ലാനാണ്. 60-40 എന്ന് പറഞ്ഞാൽ 60% ഡ്യൂറിങ് കൺസ്ട്രക്ഷനും 40% ഓൺ ഹാൻഡ് ഓവറും. 60% കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കീ കിട്ടുമ്പോൾ 40% കൊടുത്ത് നമുക്ക് ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്നത് വരെ ചിലവാകുന്നത് 60%. അതായത് 2 മില്യൻ്റെ പ്രോപ്പർട്ടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന 1 മില്യന് ചിലവാകുള്ളൂ. പിന്നെ കീ കിട്ടുമ്പോഴാണ് നമ്മൾ 40% അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇനിഷ്യലി എത്ര അടയ്ക്കണം എന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ ഈ പ്രൊജക്റ്റിന് ഇനിഷ്യലി നമുക്ക് നോർമലി എല്ലാ ഡെവലപ്പേഴ്സും ഇവിടുത്തെ പോലെ തന്നെയാണ് 20% ഡൗൺ പേയ്മെൻ്റ് ആണ് നമുക്ക് ഇനിഷ്യലി വേണ്ടി വരുന്നത്. അതായത് 2 മില്യൻ്റെ 20% നമ്മുടെ ഇതിൽ തുടക്കത്തിൽ. ഇപ്പോൾ ഇന്ന് ലെറ്റ്സ് ഇന്ന് യൂണിറ്റ് ബുക്ക് ചെയ്താൽ ഒരു മാസം കൊണ്ട് നമ്മൾ ഈ 20% നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പിന്നെ എക്സ്ട്രാ വരുന്നൊരു ചാർജ് എന്ന് പറയുന്നത് 4% രജിസ്ട്രേഷൻ ഫീസാണ് വരുന്നത്. അപ്പോൾ ഈ 2 പേയ്മെൻറ്റും കൂടെ നമ്മളൊരു മാസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാൻ നമ്മളിൽ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസം സമയം കിട്ടും. ആ സമയം കൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു 60-40 ആണ്. 60% ആണ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ അടയ്ക്കേണ്ടത്. ഈ പ്രൊജക്റ്റിൻ്റെ ഹാൻഡ് ഓവർ ഡിസംബർ 2027 ഈ പ്രൊജക്റ്റിൻ്റെ ഹാൻഡ് ഓവർ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 20% അടച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ 10% അടയ്ക്കണം. അതായത് അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ അഗെയിൻ 10% അടയ്ക്കണം. പിന്നെ ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ 10% അടച്ചു. അപ്പോൾ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ബിൽഡിംഗ് കംപ്ലീറ്റ് ആവും. നമ്മുടെ ഡെവലപ്പറിൻ്റെ പേയ്മെൻറ്റ് പ്ലാനും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും ഒരേ രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ 60% കംപ്ലീറ്റ് ആയിരുന്നു. പേയ്മെൻറ്റും കംപ്ലീറ്റ് ആവും, ബിൽഡിങ്ങും കംപ്ലീറ്റ് ആവും. ഇത് റെഗുലേഷനാണ്, റൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് 40% അടയ്ക്കണം. അപ്പോൾ 40% നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ബാങ്ക് ഫിനാൻസ് ചെയ്യാം. കാരണം ബിൽഡിംഗ് കംപ്ലീറ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ പേരുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ബാങ്കിന് ഫൈനാൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ ഒരു 60% നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലവാകുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് ലോൺ എടുത്ത് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. സോ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഓരോ ഫോമുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബുക്കിംഗ് ഫോമാണ്. നമ്മൾ 2 മില്യൻ്റെ പ്രോപ്പർട്ടി ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 20% അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു 2% കൊടുത്താൽ, പ്രോപ്പർട്ടി വാല്യൂവിന് 2% കൊടുത്താൽ നമുക്ക് നമ്മളുടെ പേരിലേക്ക് ഒരു ബുക്കിംഗ് ഫോം കിട്ടും. നമ്മൾ യൂണിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു ഫോം കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് 2% ആണ്. പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 2%. ഇത് ഈ 2% എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഡെവലപ്പറാണ്. ചിലർ 5% വാങ്ങാറുണ്ട്, ചിലർ 10% വാങ്ങാറുണ്ട്. അപ്പോൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ശോഭയിലാണെങ്കിൽ 2% കൊടുത്താൽ യൂണിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 20 to 30 days ടൈം ഉണ്ട്. ആ ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ള പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 20+4% രജിസ്ട്രേഷൻ എമൗണ്ട് കൊടുക്കേണ്ടത്. ആ ബുക്കിംഗ് ഫോം ചെയ്തു, നമ്മൾ 2% അടച്ച് ബുക്കിംഗ് ഫോം ചെയ്തു, നമ്മൾ പ്രോപ്പർട്ടി നമ്മുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ, അതായത് നമ്മൾ യൂണിറ്റ് റിസർവ് ചെയ്തു. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിൽസ് പർച്ചേസ് എഗ്രിമെൻറ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2% കൂടാതെ ബാക്കിയുള്ള 20%, അതായത് നമ്മൾ അടയ്ക്കേണ്ട ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട്, അതായത് ഇപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി 2 അടച്ചു. അപ്പോൾ 20 - 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 18% ആണ് നമ്മൾ പിന്നെ അടയ്ക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു 4% രജിസ്ട്രേഷൻ ചാർജും കൂടെ DLD, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫീസും കൂടെ അടയ്ക്കേണ്ടി വരും. ഈ ഒരു 2 പേയ്മെൻറ്റ് 20+4 എന്ന് പറയുന്ന പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് പർച്ചേസ് എഗ്രിമെൻറ്റ്, ഡെവലപ്പറും നിങ്ങളുമായിട്ടുള്ള, വാങ്ങുന്ന ആളുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഡോക്യുമെൻറ്റ്. ചില ഡെവലപ്പേഴ്സ് സെയിം ഡേ തരും, ചില ഡെവലപ്പേഴ്സ് 1 വീക്കിൽ, ചിലത് 20 ഡേയ്സിലൊക്കെ നമുക്ക് ഈ സെയിൽസ് പർച്ചേസ് എഗ്രിമെൻറ്റ് കിട്ടും. അപ്പോൾ തന്നെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളത് വായിച്ച് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ് കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി അടച്ച 4% അടച്ചില്ലേ, DLD, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ, ഈ ഒരു പ്രോസസ്സ് ഒരു 2 months ടൈമാണ് നോർമലി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് കയ്യിലേക്ക് കിട്ടും. അതിന് പറയുന്നത് ഉഖൂദ് രജിസ്ട്രേഷൻ ആണ്
ഇനിഷ്യൽ സെയിൽസ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ 3 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് പൊതുവെ കിട്ടുന്നത്. ബുക്കിംഗ് ഫോം, സെയിൽസ് പർച്ചേസ് എഗ്രിമെൻറ്റ് SPA, പിന്നെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട് രജിസ്ട്രേഷൻ്റെ പേപ്പർ ആയിട്ടുള്ള ഉക്കൂദ്, അതായത് ഇനിഷ്യൽ സെയിൽസ് കോൺട്രാക്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്തായാലും ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ വേറെ ഹിഡൻ ചാർജുകളൊന്നുമില്ല. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. ഈ ഉക്കൂദ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടൈറ്റിൽ ഡീഡ് പോലെ, അതായത് നമ്മൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജാണ്. അത് ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. നാട്ടിൽ 20,000 രൂപ തൊട്ട് വരും. അതിന് ദുബായിലാകുമ്പോൾ 1000 ദിർഹംസ് മുതൽ 5000 ദിർഹംസ് വരെ ചെറിയൊരു പേയ്മെൻറ്റ് ഇതിന് വരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു ചാർജ് ഇല്ല, ടാക്സ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോപ്പർട്ടി ഇഷ്ടമുള്ള ലൊക്കേഷനിൽ ഇഷ്ടമുള്ള ഡെവലപ്പറിൻ്റെ നമുക്ക് നോക്കി വാങ്ങാനുള്ള ഓപ്ഷൻസ് ദുബായിലുണ്ട്. ആകെ വേണ്ടത് ഒരു പാസ്പോർട്ട് കോപ്പിയാണ്. നിങ്ങൾ നാട്ടിലായിക്കോട്ടെ ഏത് സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്കൊരു വാലിഡ് പാസ്പോർട്ട് കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പേർക്ക് ചേർന്ന് വാങ്ങാം. ഹസ്ബൻഡ് വൈഫ് ചേർന്ന് വാങ്ങാം, ഫ്രണ്ട്സ് ചേർന്ന് വാങ്ങാം. ഈ 2-3 പേരുടെ പേരിൽ വാങ്ങുന്ന കാര്യം പറയുമ്പോൾ പലർക്കും ഡൗട്ടാണ്. അപ്പം 2-3 പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ 3 ഫ്രണ്ട്സ് ബിസിനസ് പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വാങ്ങിക്കാം. അതിന് നിങ്ങളിപ്പം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ നടക്കുമ്പോൾ, അതായത് ഇതിൻ്റെ എഗ്രിമെൻറ്റ്, KYC, ബുക്കിംഗ് ഫോം മുതൽ നിങ്ങളുടെ 3 പേരുടെയും പേരുണ്ടാവും. ഈ 3 പേരുടെ പേരിലായിരിക്കും ഈക്വൽ ആയിട്ടായിരിക്കും പ്രോപ്പർട്ടി വരുന്നത്. ഒരാൾക്ക് കുറച്ച് കൂടുതൽ, ഒരാൾക്ക് കുറച്ച് കുറവ്, അങ്ങനെയല്ല. എത്ര പേരുണ്ടോ അവരെല്ലാവരും ഈക്വൽ പാർട്ട്നേഴ്സ് ആയിരിക്കും ആ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഈസി ഫാക്ടർ എന്ന് പറയുന്നത്. പലർക്കും ഡൗട്ടാണ്, അപ്പം ഇനിഷ്യൽ ബയർ, ജോയിൻ ബയർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എല്ലാവരും ഈക്വൽ ആയിരിക്കും. ആ പ്രോപ്പർട്ടി പേരുള്ള എല്ലാവർക്കും ഈക്വൽ ഷെയർ ആയിരിക്കും. പാസ്പോർട്ട് കോപ്പി, വാലിഡ് പാസ്പോർട്ട് കോപ്പി, ഒരു ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമുക്ക് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഈ ഒരു പേരിലേക്ക്, ഈ പാസ്പോർട്ട് നെയിമും ഈ പാസ്പോർട്ട് നമ്പരും ഫോൺ നമ്പർ, ഇമെയിൽ ID അഡ്രസ്സിലായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം എല്ലാം ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്നും ദുബായിലേക്ക് വേണ്ട ആവശ്യം പോലും ഇല്ല. ഓൺലൈനാണ് എല്ലാം. നിങ്ങൾക്ക് സൈൻ ഇട്ട് നിങ്ങൾക്ക് മെയിൽ വരും. നിങ്ങൾ അവിടെ സൈൻ ചെയ്യുക, വിടുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്രോസസ്സും, ഈവൻ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ പേപ്പർ ഓൺലൈനിൽ വരും. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ഒരിടത്ത് പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. വളരെ ഈസി പ്രോസസ്സാണ്. നിങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ടത് പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു നല്ലൊരു ടീമുണ്ട്. പിന്നെ 2 മില്യൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ഗോൾഡൻ വിസ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡൻ വിസ നമ്മൾ 4 ദിവസം കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നോർമലി മാർക്കറ്റിൽ ചിലർ 1 മന്ത് 2 മന്ത് ഒക്കെ എടുത്തിട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 ദിവസം കൊണ്ട് നമ്മൾ ഗോൾഡൻ വിസ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഈ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.